തന്റെ പ്രഭുവായ ശ്രീരാമന് വേണ്ടി ഹനുമാൻ സ്വാമി ഉറക്കവും ഭക്ഷണവും ഉപേക്ഷിച്ചത് എന്തിനായിരിക്കും? നമ്മൾ ഇന്നും തുടരുന്ന ഒരു ചെറിയ ശീലം ഹനുമാൻ സ്വാമിയാണ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? രാമഭക്തിയുടെ ആഴം വിളിച്ചോതുന്ന ഹൃദയസ്പർശിയായ കഥ. പണ്ട് അയോധ്യയിൽ പ്രഭു ശ്രീരാമൻ രാജ്യം ഭരിക്കുന്ന കാലം ഭഗവാന്റെ നിഴൽ പോലെ എപ്പോഴും കൂടെയുള്ളത് നമ്മുടെ ഹനുമാൻ സ്വാമിയാണല്ലോ. രാമനൊന്ന് കണ്ണു ചിമ്മിയാൽ പോലും ഹനുമാൻ സ്വാമിയുടെ ഉള്ളം പിടയും. അത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു ആ ഭക്തി. ഒരിക്കൽ കൊട്ടാരത്തിൽ പണ്ഡിതന്മാരും സഭാവാസികളും ഒരു കാര്യം ചർച്ച ചെയ്യുന്നത് ഹനുമാൻ സ്വാമി കേൾക്കാൻ ഇടയായി. ഒരാൾ കോട്ടുവായിടുമ്പോൾ അയാളുടെ ആയുസിൽ നിന്ന് ഒരു നിമിഷം കുറയുന്നു. എന്നാൽ ആരെങ്കിലും ആ സമയത്ത് വിരൽ കൊണ്ടൊന്ന് ഞൊടിച്ചാൽ ആയുസ് തിരികെ ലഭിക്കും. ഇതായിരുന്നു ആ ചർച്ച. ഇത് കേട്ടതും ഹനുമാൻ സ്വാമി പരിഭ്രമിച്ചുപോയി. എന്റെ പ്രഭുവായ ശ്രീരാമൻ അറിയാതെ പോലും ഒരു കോട്ടുവായിട്ടാൽ ആയുസ് കുറയുമല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. മറ്റാരും വിരലുകൾ ഞൊടിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ഹനുമാൻ സ്വാമി ഉടനെ ഒരു തീരുമാനമെടുത്തു. പ്രഭു ശ്രീരാമന്റെ ആയുസ് കാക്കാൻ താൻ തന്നെ കാവലിരിക്കും. അന്നു മുതൽ ഹനുമാൻ സ്വാമി പ്രഭു ശ്രീരാമന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പ്രഭു ശ്രീരാമൻ എപ്പോൾ വായ തുറന്നാലും അത് കോട്ടുവായിടാൻ തുടങ്ങുന്നതാണെന്ന് കരുതി ഹനുമാൻ സ്വാമി എപ്പോഴും വിരൽ ഞൊടിച്ചുകൊണ്ടേയിരിക്കും. സഭയിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഹനുമാൻ സ്വാമി തന്റെ കൈകൾ തയ്യാറാക്കി വെച്ചു. രാത്രിയായി, എല്ലാവരും ഉറങ്ങാൻ പോയി. പക്ഷേ ഹനുമാൻ സ്വാമിക്ക് ഉറക്കം വന്നില്ല. താൻ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്റെ പ്രഭു ഉറക്കത്തിൽ കോട്ടുവായിട്ടാലോ? ഹനുമാൻ സ്വാമി ഉറക്കത്തെ പടിക്ക് പുറത്താക്കി. ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ, കണ്ണൊന്ന് ചിമ്മാതെ അദ്ദേഹം പ്രഭു ശ്രീരാമന്റെ അടുത്ത് കാവലായിരുന്നു. പ്രഭു ശ്രീരാമൻ ഉറക്കത്തിൽ അല്പം വായൊന്നു പിളർന്നാൽ മതി, ഹനുമാൻ സ്വാമി തന്റെ രണ്ടു കൈകൾ കൊണ്ട് വിരൽ ഞൊടിച്ചുകൊണ്ടേയിരിക്കും. ദിവസങ്ങൾ കടന്നുപോയി. ഹനുമാന്റെ ക്ഷീണം കണ്ടും ആ നിഷ്കളങ്കമായ ഭക്തി കണ്ടും ഭഗവാൻ ശ്രീരാമന്റെ ഉള്ളലിഞ്ഞു. തന്നെ സ്നേഹിക്കാൻ ഒരാൾക്ക് ഇത്രത്തോളം കഴിയുമോ എന്ന് പ്രഭു ശ്രീരാമൻ അത്ഭുതപ്പെട്ടു. തന്റെ ഭക്തൻ തനിക്ക് വേണ്ടി ഉറക്കവും വിശപ്പും കളഞ്ഞ് കഷ്ടപ്പെടുന്നത് കാണാൻ ആ കാരുണ്യ കടലിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പ്രഭു ശ്രീരാമൻ ഹനുമാൻ സ്വാമിയെ അരികിൽ വിളിച്ച് ചേർത്ത് പിടിച്ചു. ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹനുമാൻ, നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റിരിക്കുന്നു. നീ ഇനി ഉറക്കമിളച്ച് കാവലിരിക്കേണ്ട. നിന്റെ ഈ കഷ്ടപ്പാട് അവസാനിപ്പിക്കാൻ ഇന്നു മുതൽ ഞാൻ കോട്ടുവായിടുന്നത് എന്നേക്കുമായി നിർത്തുകയാണ്. പ്രഭു ശ്രീരാമന്റെ വാക്കുകൾ കേട്ടതും ഹനുമാൻ സ്വാമി തകർന്നുപോയി. തന്റെ പ്രഭു തനിക്ക് വേണ്ടി ഇത്ര വലിയൊരു കാര്യം ചെയ്യുന്നത് ഹനുമാൻ സ്വാമിക്ക് താങ്ങാനായില്ല. അദ്ദേഹം വിറയ്ക്കുന്ന കൈകളോടെ പ്രഭു ശ്രീരാമന്റെ പാദങ്ങൾ പുണർന്നുകൊണ്ട് വിങ്ങുന്ന സ്വരത്തിൽ പറഞ്ഞു, പ്രഭു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അവിടുത്തെ ഒരു നിമിഷത്തെ ആയുസ് വർദ്ധിക്കുമെങ്കിൽ ഈ ഹനുമാൻ യുഗങ്ങളോളം ഉറക്കമില്ലാതെ വിരൽ ഞൊടിക്കാൻ തയ്യാറാണ്. അവിടുത്തെ സുഖമാണ് എന്റെ സന്തോഷം, അവിടുത്തെ ശ്വാസമാണ് എന്റെ ജീവൻ. എനിക്ക് വേണ്ടിയല്ല പ്രഭു, ഈ ലോകത്തിന് വേണ്ടി അവിടുന്ന് ഒന്നും ഉപേക്ഷിക്കരുത്. ഈ എളിയ ദാസന് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ ലഭിക്കുന്ന ഈ അവസരമാണ് എന്റെ ഏറ്റവും വലിയ പുണ്യം. ഹനുമാൻ സ്വാമി തുടർന്നു, പ്രഭു, അവിടുന്ന് സർവ്വലോക പരിപാലകനാണ്. അവിടുത്തെ ഒരു കോട്ടുവായിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ ശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങത് മാറ്റിവെക്കരുത്. അങ്ങയെ സേവിക്കാൻ വേണ്ടി എനിക്ക് അനുവാദം നൽകുക. ഹനുമാൻ സ്വാമിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ മര്യാദാ പുരുഷോത്തമൻ പ്രഭു ശ്രീരാമൻ തോറ്റുപോയി. ഒരു ഭക്തന്റെ സ്നേഹത്തിന് വേണ്ടി തന്റെ പ്രകൃതി സഹജമായ ശീലങ്ങൾ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഭഗവാൻ. ഈ ലോകത്ത് ഇതിലും വലിയൊരു ബന്ധം എവിടെ കാണാൻ കഴിയും? ഹനുമാൻ സ്വാമിയുടെ രാമഭക്തി തെളിയിക്കുന്ന ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീറാം, ജയ് ബജ്രംഗ്ബലി.